ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ 6 മണിയാണ് കേട്ടോ സമയം. മഴയൊക്കെ പെയ്ത് നല്ല തകർത്ത് പെയ്തിട്ട് അതിങ്ങനെ തോർന്നൊരു സമയമാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഉച്ചവരെയുള്ള എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാ നല്ല മൊരിഞ്ഞ ദോശയും ചട്നിയാണ് കേട്ടോ. രാവിലെ ഞാനൊരു 5:45 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കും. 6:30 മണിയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ കഴിയും കേട്ടോ. പിന്നെ ഓരോരുത്തരായിട്ട് ജോലിക്ക് പോകും. അങ്ങനെ രാവിലെ നല്ല ദോശയും ചട്നിയൊക്കെ കഴിച്ചു. ഇതാ ഞാൻ രാവിലെ തന്നെ നമ്മുടെ കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെഡ്റൂം ഒന്ന് ക്ലീൻ ആക്കുകയാണ് കേട്ടോ. അതായത് കിടക്കയും വിരിയും പുതപ്പും എല്ലാം കൂടി ഒന്ന് അടുക്കി ഒതുക്കി മടക്കി വയ്ക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ ഒന്ന് അടിച്ച് വാരാണ്. അടിച്ച് വാരലൊക്കെ കഴിഞ്ഞിട്ട് മൊത്തം ഒന്ന് അടിച്ച് വാരി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തുടച്ചിടും കേട്ടോ. മഴയാണെങ്കിലും വെയിലാണെങ്കിലും തുടയ്ക്കാതെ നിൽക്കില്ല കേട്ടോ. എന്നും തുടയ്ക്കാറുണ്ട് കേട്ടോ. അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ അലക്കലാണ് കേട്ടോ. അലക്കലും കുളിയും. അപ്പോൾ അതിൻ്റെ മുൻപായിട്ട് പിന്നെ മീൻ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ വെട്ടി കഴുകി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ പിന്നെ അലക്കാനും കുളിക്കാനൊക്കെ നിൽക്കുക. അപ്പോൾ ഞാൻ തുടച്ച് അടുക്കളയിൽ വരെ എത്തി കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മീൻ ഇതാണ് കേട്ടോ. കുറച്ചെന്ന് പറയാൻ കാരണം നമ്മുടെ പുയ്യാപ്ലക്കോരല്ലേ, ഇതിനെ നിങ്ങളൊക്കെ എന്താ പറയുക, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ പുയ്യാപ്ലക്കോരാന്നറിയും. ഇവിടെ പിന്നെ ഇതിനെ പറയുന്ന പേര് ചോക്കക്കുട്ടൻ എന്നാണ് കേട്ടോ. അതായത് ചോക്കക്കുട്ടനും വെള്ളക്കുട്ടനും, ചുവന്ന കുട്ടൻ വെള്ളക്കുട്ടൻ ഓരോ നാട്ടിലും ഓരോ പേരല്ലേ. അങ്ങനെ മീനൊക്കെ വെട്ടിക്കഴുകി വൃത്തിയാക്കി ഞാൻ അലക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കുറച്ച് കൂടുതൽ അലക്കാനുണ്ട്. അതിൻ്റെ മുൻപ് ഞാനിതാ തലയിലൊന്ന് എണ്ണ തേച്ച് പിടിപ്പിക്കുകയാണ്. ഞാൻ തന്നെ കാച്ചിയ എണ്ണയാണ് കേട്ടോ. കാച്ചിയ എണ്ണയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാറ്. അത് നന്നായിട്ട് തലയിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് തലയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അലക്കാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അലക്കലും എല്ലാ പണികളും കഴിയുമ്പോഴേക്കും തലയിൽ എണ്ണയൊക്കെ പിടിച്ചിട്ട് തലയ്ക്ക് നല്ലൊരു തണുപ്പുണ്ടാവും. അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. പക്ഷേ എന്നും ഞാൻ എണ്ണ തേക്കാറില്ല. ആഴ്ചയിൽ ഒരു 3 ദിവസമാണ് കേട്ടോ ഞാൻ എണ്ണ തേച്ച് കുളിക്കാറ്. അങ്ങനെ ഞാനിത് അലക്കാൻ നിൽക്കുകയാണ് കേട്ടോ. വേഗം അലക്കിയെടുക്കട്ടെ, കാരണം ഇപ്പോൾ മഴ തോർന്നൊരു സമയമാണ്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ അലക്കലും വിരിച്ചിടലൊക്കെ കഴിയുമ്പോഴേക്കും അടുത്ത ട്രിപ്പ് മഴ പെയ്യും. അപ്പോഴേക്കും വേഗം എൻ്റെ പണികൾ വേഗം തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ അലക്കി തുണിക്ക് വീടിൻ്റെ ബാക്കിൽ ഷെഡ് ഉണ്ട് കേട്ടോ. ആ ഷെഡിൽ കൊണ്ടുപോയിട്ട് വിരിച്ചിടുകയാണ്. ഇത്രയും വലിയൊരു ഷെഡ് ഉള്ളതുകൊണ്ട് നല്ല സുഖമാണ് കേട്ടോ മഴക്കാലത്ത്. എന്നാലും ഞാൻ വെയിൽ വരുമ്പോൾ തുണികളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തിടും. അപ്പോഴേക്കും മഴ പെയ്യും, വീണ്ടും ഇങ്ങോട്ട് തന്നെ എടുത്തുകൊണ്ട് വരും. അങ്ങനെ എന്നാൽ എത്ര വലിയ ഷെഡ് ഉണ്ടെങ്കിലും എത്ര വിരിച്ചിടാൻ സ്ഥലം ഉണ്ടെങ്കിലും മഴക്കാലത്ത് നമുക്കൊന്നും തികയാത്ത പോലെ തോന്നുക. അങ്ങനെ എൻ്റെ വിരിച്ചിടലൊക്കെ കഴിഞ്ഞിട്ടോ, എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണയൊക്കെ തേച്ച് സെറ്റായി നിൽക്കുകയാണെങ്കിൽ ഞാൻ ഒന്ന് കുളിക്കട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രഷായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ചെറിയൊരു മേക്കപ്പ് എന്ന് പറയാനൊന്നുമില്ല, ഒരു പൊട്ട്, ചന്ദനം, കുങ്കുമം, അത്രയേ ഉള്ളൂ. അതാണ് എൻ്റെ മേക്കപ്പ്. പിന്നെ ഈ മഴക്കാലത്ത് എന്ത് മേക്കപ്പ് ഇടാനാ, മഴക്കാലമല്ലേ എല്ലാം ഒലിച്ചിറങ്ങി പോവും. അപ്പോൾ മേക്കപ്പ് ഒന്നുമില്ല. പൊട്ട് കുത്തി, ചന്ദനം തൊട്ടു, സിന്ദൂരം തൊട്ടു, അത്രയേ ഉള്ളൂ. മുടി നല്ല സ്മൂത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എണ്ണ തേച്ച് കുളിക്കുന്നത് നല്ല സ്മൂത്തി ആയിട്ട് നിൽക്കും മുടി, നല്ല മിനുസായിരിക്കും. പിന്നെ ഈ കുളി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുടി നല്ല തോർത്തി കഴിഞ്ഞിട്ട് നല്ല ഉണങ്ങിയ തോർത്ത് മുണ്ടെടുത്തിട്ട് മുടിയിൽ അങ്ങോട്ട് ചുറ്റിക്കെട്ടും. ശരിക്ക് മുടി ഇങ്ങനെ നനവോട് കൂടി കെട്ടി വയ്ക്കാൻ പാടില്ല. നനഞ്ഞ മുണ്ട് കൊണ്ട് തീരെ കെട്ടി വയ്ക്കാൻ പാടില്ല. ഞാൻ ഉണങ്ങിയ തോർത്ത് കൊണ്ടെടുത്തിട്ടാണ് കേട്ടോ മുടി കെട്ടി വയ്ക്കുന്നത്. പക്ഷേ ഇങ്ങനെ കെട്ടി വെച്ചാൽ മുടിക്ക് നല്ലതല്ല എന്നാണ് പറയുക. ഇങ്ങനെ പൊട്ടൊക്കെ തൊട്ട്, ചന്ദനം തൊട്ട്, കുങ്കുമം തൊട്ട് മുടിയെല്ലാം ചുറ്റിക്കെട്ടി നല്ല ഫ്രഷായിട്ടോ. അപ്പോൾ ഇനി ഇന്നത്തെ ദിവസം നല്ലൊരു ഫ്രഷോട് കൂടി തുടങ്ങുകയാണ് കേട്ടോ. എങ്ങനെയുണ്ട്? ഞാൻ കരുതി ഇനി അടുത്ത ട്രിപ്പായിട്ട് മഴ പെയ്യുന്ന, പക്ഷേ മഴയൊന്നുമല്ല, കാലാവസ്ഥ മാറി. എൻ്റെ കുളി കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്നപ്പോഴേക്കും നല്ല വെയിൽ. എന്താ വെയിൽ. അപ്പോൾ ഇനി കുളി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു തുളസിൻ്റെ ഇല എടുത്ത് മുടി ചൂടും കേട്ടോ. അത് സ്ഥിരമുള്ള പരിപാടിയാണേ. എന്താ വെയിൽ. ഈ വെയിൽ കണ്ട് തുണി മുറ്റത്തിട്ടാൽ വിരിച്ചിട്ടാൽ എന്താകാവോ. വെയിൽ കണ്ടാലും നല്ല ചൂടുണ്ട് കേട്ടോ വെയിലിന്. തുണിയൊക്കെ വിരിച്ചിടട്ടെ എന്നാൽ. ഇനി നമുക്ക് ഇന്നത്തെ ലഞ്ച് റെസിപ്പി എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. ഇതെന്താണെന്നറിയോ?
ഇതാണ് മാങ്ങാത്തോല്. മാങ്ങാത്തോല് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമെന്നറിയില്ല. മനസ്സിലാവാതിരിക്കുകയൊന്നുമില്ലല്ലോ അല്ലേ? ശരിക്കും പറഞ്ഞാൽ അത് ഉണങ്ങിയ മാങ്ങ കേട്ടോ. നമ്മൾ കൊണ്ടാട്ടമൊക്കെ ഉണക്കൂല അതുപോലെ തന്നെ നല്ല പുളിയുള്ള മാങ്ങ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് കേട്ടോ ഇത്. ഇത് വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ മീൻകറി വയ്ക്കുന്നത്. പച്ച മാങ്ങയാണ് കേട്ടോ ഇത്, പഴുത്ത മാങ്ങയല്ല. കണ്ടോ, അത് ഉണങ്ങിയിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ട് ഇതിങ്ങനെ പൊട്ടിച്ചാൽ നന്നായിട്ട് പൊട്ടും. പിന്നെ പഴുത്ത മാങ്ങ ഇങ്ങനെ ഉണക്കി വെക്കാറുണ്ട് കേട്ടോ. പക്ഷേ പച്ചമാങ്ങയാണ് ഇങ്ങനെ കറി വെക്കാൻ ഉപയോഗിക്കുക. അപ്പോൾ അതാ ഞാൻ ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. എന്നിട്ട് ഇതാ നല്ല നെയ്യുള്ള മത്തി, നെയ്യല്ല നല്ല ഇണറുള്ള മത്തി, നല്ല പനഞ്ഞിലുള്ള മത്തി, അതാണ് കേട്ടോ മാങ്ങാത്തോലിട്ട് കറി വെക്കുന്നത്. സാധാരണ നമ്മൾ മാങ്ങ ഒക്കെ ഇട്ട് കറി വെക്കുന്നത് അതുപോലെ തന്നെ മാങ്ങാത്തോല് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഒരു തക്കാളി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. പക്ഷേ ഞാനൊരു ചെറിയ തക്കാളി ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി ഞങ്ങൾ ഉപയോഗിക്കാറില്ല കേട്ടോ. മല്ലിപ്പൊടി ഉപയോഗിക്കുന്നവർക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പൊടികളെല്ലാം ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കുക. നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നാളികേരം വെണ്ണ പോലെ അരച്ചത് ചേർക്കുക. അത് തിളച്ച് വന്നിട്ട് ഉലുവയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് വറുത്തിടുക. അത്രയേ ഉള്ളൂ. സാധാരണ നമ്മൾ പച്ചമാങ്ങയൊക്കെ ഇട്ട് മീൻ വെക്കൂലേ, അതുപോലെ തന്നെയാണ് കേട്ടോ, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നത്തോലി മീൻ ഇങ്ങനെ മാങ്ങാത്തോലിട്ട് കറി വെച്ചിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല പുളിയാണ് കേട്ടോ. ഉണക്ക മാങ്ങയാണെന്ന് കരുതിയിട്ട് ഒരുപാടൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഇത്തിരി എടുത്താൽ തന്നെ മതി. നല്ല പുളിയുണ്ട്. അങ്ങനെ കറി വെക്കാനുള്ള മത്തിയെല്ലാം മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചു. പിന്നെ നമ്മുടെ പുയ്യാപ്പിളക്കോല പുളിയൊക്കെ ഇട്ട് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ, അതായത് വരട്ടിയെടുക്കുക. അപ്പോൾ അതും റെഡിയാക്കി വെച്ചു. അതിൽ മസാലയൊക്കെ പിടിക്കുമ്പോഴേക്കും നമ്മൾ മത്തി കറി വയ്ക്കുകയാണ് കേട്ടോ. അപ്പം മത്തിയിൽ പാകത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കുകയാണ്. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഉപ്പേരിക്കുന്ന പയറാണ് കേട്ടോ. പയർ നന്നായിട്ട് കഴുകിയിട്ട് കുനുകുനെ അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ടതാണ് കേട്ടോ. ഒരുപാട് നേരം വെള്ളത്തിലിട്ടൊന്നും വെച്ചിട്ടില്ല. ഇതൊന്ന് വാരി എടുത്ത് വെക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഗ്യാസ് അടുപ്പിലാണ് ഞാൻ ഉപ്പേരി വെക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ മീൻകറി തിളച്ചിട്ട് അതിലേക്ക് ഞാൻ നാളികേരം അരച്ചത് ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇത് വാങ്ങി കടുക് വറുത്തിടാനേ ഉള്ളൂ. നല്ല പാകത്തിന് പുളിയും ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മീൻകറി ഞാനിതാ ഉലുവയും കടുകും കറിവേപ്പിലയൊക്കെ ഇട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വറ്റിച്ചെടുക്കാനുള്ള മീനും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം നന്നായിട്ട് വെള്ളമില്ലാതെ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ഗ്യാസ് അടുപ്പിൽ ഞാൻ ഉപ്പേരി റെഡിയാക്കി, ഉപ്പേരി അല്ല പയറുതോരൻ വെച്ചാണ് കേട്ടോ, നാളികേരമൊക്കെ ചായച്ചിട്ട്. അപ്പോൾ എൻ്റെ ഉച്ചഭക്ഷണം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചഭക്ഷണമൊക്കെ റെഡിയായി. ഇനി ഞാനിതാ ഒന്ന് റോഡിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. നേരെ റോഡിൽ പോയോട്ടെ കേട്ടോ. റോഡിൽ നിറയെ വെള്ളമുണ്ട്. ഇപ്പോഴാണ് വെള്ളം വരുന്നത്. ഇത്രയും കാലമായിട്ട് വെള്ളമില്ലേ, ഇപ്പോഴാണ് വെള്ളം വരുന്നത്. ആകേണ്ട വെള്ളം നല്ല മഴ പെയ്യുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. പിന്നെ ഇതേപോലെ തന്നെ ശരിക്കും ഇതിൽ ചെറിയൊരു തോട് പോലെയാണ് കേട്ടോ. ഇപ്പോൾ റോഡായപ്പോൾ തോടൊക്കെ പോയി. കണ്ടോ വെള്ളം ഒഴുകുന്നത്. നല്ല വെള്ളം ഉണ്ടാവും. നല്ല കുത്തിവെച്ച് വെള്ളം വരുമ്പോൾ, നല്ല മഴ പെയ്യുമ്പോൾ നല്ല വെള്ളം ഉണ്ടാവും. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത് ഞാനൊരു സാധനം എടുക്കാൻ കാണിച്ചു തരാം. മഴത്തുള്ളിക്കാണ് ഞാൻ പിള്ളേരൊക്കെ ഞാൻ അത് പറക്കിനാണ്ട പോടി വന്നാണ്. കണ്ടോ, ഇതൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് നിറയെ കണ്ണിൽ വായത്തേക്ക്. ഇപ്പം തേക്കാൻ ഭയങ്കര പേടിയാണ്. നല്ല രസമുണ്ട് കാണാൻ. രസമുണ്ടല്ലോ. 3 എണ്ണോ ഇതൊക്കെ പറിക്കുക. ഇത് കണ്ണ് തേക്കാൻ പറ്റാവട്ടെ. ഇപ്പം കാലായ നിറയെ ഔഷധ ചെടികളും ഉണ്ടാവും. തുമ്പയും തുളസിയും. പിന്നെ ഇതാണ്
ഇവിടെ വേറൊരു ചെടിയുണ്ട് ഞാൻ ഇതാ എവിടെ ഇതാ ഇതാണ് ചെറുകുള. നമ്മളെ തൊടിയിൽ കൂടെ നിറയെ ഔഷധ ചെടികളുണ്ട് കേട്ടോ. മഴക്കാലമായാൽ തേൻതുള്ളി കാണാത്തവരാരെങ്കിലും ഉണ്ടോ? തേൻതുള്ളി അല്ല, മഴത്തുള്ളി. കണ്ണിലാക്കാനുണ്ട് ഒരു പേടി. പണ്ടൊക്കെ ഒരുപാടാക്കിയാണ്. നിറയെ പിള്ളേരുണ്ട്. സ്കൂളില്ലാത്തതുകൊണ്ട് പിള്ളേരൊക്കെ ഉണ്ട്. അയ്യേ, ഈ പിള്ളേർ അതിലൊക്കെ ചളിയാക്കിയല്ലോ. മീനില്ല കേട്ടോ ഇതിൽ. ഇപ്രാവശ്യം മീൻ കയറിയിട്ടില്ല. പുതുമഴയ്ക്കൊന്നും ഇതിലെ വെള്ളം തന്നെ വന്നിട്ടില്ല. കുത്തി ഒലിച്ചങ്ങോട്ട് പോയി എന്നല്ലാണ്ട്. അതെവിടുന്നാ വെള്ളം വരുന്നേ? ആ വെള്ളം എവിടുന്നാ വരുന്നേ? ആ, ഒറ വെള്ളം വരിക ഇത്. ഇതാ കണ്ടോ ഉറവ് വെള്ളം വരുന്നത്? ഭൂമിൻ്റെ അടിയിൽ നിന്നാണല്ലോ അല്ലേ ഇതിങ്ങനെ ഉറവ് പൊട്ടി വരുന്നത്. ഇങ്ങനെ കാണുന്നത് തന്നെ ഒരു അത്ഭുതമാണ്, സന്തോഷമാണ്. വെള്ളത്തിൽ കളിച്ചുകൊണ്ട് നിന്നാൽ അങ്ങനെ സമയം പോകും. ഞാൻ വേഗം പോയി ചോറിനട്ടെ, നന്നായിട്ട് വിശക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം പോയി ചോറിനട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ വരാം കേട്ടോ. താങ്ക് യു.